എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സോഡ പൗഡർ, ഈസ്റ്റ് ഒന്നും കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ 1 ഗ്ലാസ് തേങ്ങാ വെള്ളത്തിലാണ് റെഡിയാക്കി എടുത്തത്. ഭയങ്കര സോഫ്റ്റും ഭയങ്കര സിമ്പിളുമാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കിയെന്ന്. ഈ ഒരു വെള്ളയപ്പം റെഡിയാക്കുന്നതിനായിട്ട് 1 ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ തേങ്ങാവെള്ളം എടുക്കാം, നോർമൽ കോക്കനട്ടിൻ്റെ വെള്ളവും എടുക്കാം. ഞാനിപ്പോൾ നോർമൽ കോക്കനട്ടിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു തേങ്ങാവെള്ളം നമ്മളൊരു പുളിപ്പിക്കാനായിട്ട് 8 മണിക്കൂർ തന്നെ മാറ്റി വെക്കണം. ഫ്രിഡ്ജിലല്ല, വെളിയിലാണ് വെക്കേണ്ടത്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിനെ 3 മണിക്കൂർ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. 3 മണിക്കൂറിന് ശേഷം പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 8 മണിക്കൂറായിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ടിൻ്റെ വാട്ടറും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ പച്ചരി മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോക്കനട്ടിൻ്റെ വാട്ടർ ഉണ്ടല്ലോ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം 1 കപ്പ് തേങ്ങാ ചിരവിയത്. 250 ml കപ്പാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ള അവല് ഞാൻ ഒരു 10 മിനിറ്റത്തേന് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെയും അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്റർ നമുക്ക് നേരത്തെ അരച്ച ഈ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു 8 മണിക്കൂർ തന്നെ പുളിപ്പിക്കാനായിട്ട് വെക്കണം. ഫെർമെൻറ്റേഷൻ്റെ ടൈമിങ് നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വ്യത്യാസം വരാം. ഇപ്പോൾ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ചേർക്കുന്നില്ല. ഇനി നമുക്ക് വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ ഇതുപോലൊന്ന് സുഷിരങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇത് നോക്കി, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഒരു പാലപ്പം കൂടി റെഡിയാക്കി നോക്കാം. പാലപ്പത്തിൻ്റെ ചട്ടി എല്ലാവർക്കും അറിയാമല്ലോ. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചുറ്റിച്ചതിന് ശേഷം ഇതിന് മുകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാ നോക്കിയ പാലപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും വെള്ളയപ്പവുമാണ്. ഇപ്പം ഞാൻ എല്ലാ വെള്ളയപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. പാലപ്പവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളയപ്പവും പാലപ്പവും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈസ്റ്റ് ഒന്നും കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇങ്ങനെയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്